എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു വീഡിയോ വെക്കുന്നു. അത് കണ്ടതിന് ശേഷം നമുക്ക് അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. സത്യം പറഞ്ഞാൽ 1-ാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കുടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ സുവിച്ചാണ്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ. കിച്ചു പിന്നെ വലിയ കുട്ടിയല്ല, അവന് ബാഗൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവൻ കോളേജിലല്ലേ. ഉടപ്പൻ്റെ കാര്യം എനിക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. അപ്പം ഒരു ബാഗോ കുടയോ ബുക്കോ ഒന്നും ഞാൻ ഇപ്പം മോന് മേടിച്ചാലും 2 കുഞ്ഞു പിള്ളേരും കൊണ്ടുണ്ട് വീട്ടിൽ, ചേച്ചിയുടെ മക്കളുണ്ട്, അവർക്കെല്ലാം മേടിക്കണം. ഞാൻ ആകെ ടെൻഷനായിരുന്നു. അപ്പം ദൈവദൂതനെ പോലെ ഞങ്ങളുടെ RCA ചർച്ചിലെ ഞങ്ങളുടെ ബിഷപ്പ് സന്തോഷ് തിരുമേനി ചർച്ചിൽ നിന്ന് കുഞ്ഞിന് ബാഗ്, ബുക്ക്, കൊട, ബോക്സൊക്കെ കൊടുത്ത് എനിക്ക് തിരുമേനിയോടും ഞങ്ങളുടെ ചർച്ചിനോടും RCA ആംഗ്ലിക്കൻ ചർച്ചിനോടും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. എൻ്റെ കുഞ്ഞിന് ബാഗും കുടയും ബുക്കും ഒക്കെ മേടിച്ച് തന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അപ്പോൾ ഇവിടെ രേണുസുതി പറയുന്ന കാര്യമെന്ന് വെച്ചാൽ, രേണുസുതി ഇപ്പോൾ ചെറിയ കുട്ടിക്ക് ഋതുക്കുട്ടൻ, അതെ, ചെറിയ കുട്ടിക്ക് ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ രേണുവിന് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് കുഞ്ഞിന് സ്കൂൾ ബാഗ് വേണം, ടിഫിൻ ബോക്സ് വേണം, ബുക്കുകൾ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് കൂടി മേടിക്കേണ്ടതായിട്ടുണ്ട്. ചേച്ചിക്ക് 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇവർക്കൊക്കെ മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഭയങ്കര ടെൻഷനിലാണ് പുള്ളിക്കാരത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് നമ്മുടെ പള്ളിയിൽ നിന്ന് ഫാദറിൻ്റെ ഭാഗത്ത് നിന്നും അതിനുള്ള ക്യാഷ് കൊടുത്തു, അതൊക്കെ മേടിച്ച് കൊടുത്തു എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ലേഡിയെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും അന്തം ഫാൻസ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ചുമ്മാ കിടന്ന് ബൗ 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 എന്നാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ബൗ ബൗ പറയുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെറുതെ അവിടെ കിടന്ന് ബൗ ബൗ ആക്കാനേ പറ്റൂ. നമ്മൾക്ക് പറയാനുള്ള കാര്യം നമ്മളിവിടെ പറയുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരത്തിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ അത്യാവശ്യം ഷോർട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവർ റീൽസുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടു കാണുന്നതിനെ വെച്ച് മോണിറ്ററേഷൻ ആവുന്ന അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വരുമാനം തീരെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇതായിട്ട് വിശ്വസിക്കാനായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇത്രയും റീൽസും കാര്യം എവിടെ നോക്കിക്കഴിഞ്ഞാലും രേണുസുതി തന്നെയാണ്. ആൽബം ആണെങ്കിൽ ആൽബം, അതുപോലെ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അങ്ങനെ എല്ലാ രീതിയിലും ഒരുപാട് റീൽസുകൾ. ഒരു ദിവസം രേണുസുതി എന്തുമാത്രം റീൽസിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഇവർക്ക് പൈസ കിട്ടില്ലേ? എൻ്റെ ഡൗട്ടാണ് കേട്ടോ, ഇവർക്ക് ഇതിനൊന്നും പൈസ കിട്ടില്ലേ? ഒരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത്, ഇപ്പോൾ തീരെ ചെറിയ കുട്ടിയാണ്, അത് 1-ാം ക്ലാസ്സിലോ LKGയിലോ മാത്രമേ ആവുന്നുള്ളൂ, അത്രയും ചെറിയ കുട്ടിയാണ്. അപ്പോൾ അത്രയും ചെറിയ കുട്ടിക്ക് എത്ര ബുക്ക് മേടിക്കണമെങ്കിൽ പോലും എത്ര ബുക്ക് മേടിക്കാനാണ്? ഇപ്പോൾ ബാഗ് ആണെങ്കിൽ പോലും എത്ര രൂപയാണ് ബാഗിനാവുന്നത്? കൂടിപ്പോയാൽ ഒരു 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ ഇതിനകത്ത് മാത്രമേ ആവുള്ളൂ. ശരിക്കും ഇവർ ഇതിനൊക്കെ അഭിനയിക്കുന്നത് ഫ്രീ ആയിട്ടാണോ? ഇവർക്ക് ഇതിലൊന്നും പൈസയൊന്നും കിട്ടുന്നില്ലേ? കാരണം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരുടെ കുറേ അന്തം ഫാൻസുകൾ ഇവിടെ വന്നിട്ട് കരയാനായിട്ട്, മോങ്ങാനായിട്ട്, ബൗ ബൗ എന്നും പറഞ്ഞിട്ട് വരും. അവരോടൊന്നും ഒന്നും പറയാനില്ല. കാരണം നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഇവരുടെ അന്തങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. നിങ്ങളെപ്പോഴും അങ്ങനെയാണ്, നിങ്ങളൊന്നും ചിന്തിക്കില്ല. നമ്മൾ പറയുമ്പോൾ, നിങ്ങൾ ഒരാളെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ വിമർശിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വിമർശിക്കുന്നവരെ നേരെ വന്ന് കുരയ്ക്കാനായിട്ട് വരും. അതാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ന്യായമായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്. അല്ലെങ്കിൽ അവരത് വന്നിട്ട് വീഡിയോ ഇട്ട് പറയാതിരിക്കണമായിരുന്നു. അപ്പോൾ അവർക്കിപ്പോൾ നന്ദി ഉണ്ടെങ്കിൽ ആ പൈസ കൊടുത്ത് സഹായിച്ച പള്ളിയിലെ അച്ഛനോട് ഇവർക്ക് ഒരു നന്ദി ഉണ്ടെങ്കിൽ അവരൊരു മൊബൈൽ ഫോൺ വിളിച്ച് ഒരു കോള് വിളിച്ച് അദ്ദേഹത്തോടൊരു നന്ദി പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ചാനലിൽ വന്നിട്ട് അവരത് പറയുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി അത് പറയുമ്പോൾ, അവരത് ജനങ്ങളോട് മുഴുവനായിട്ടുമാണ് പറയുന്നത്, ജനങ്ങളെ മുഴുവനായിട്ടുമാണ് അറിയിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കും, ഡൗട്ടുള്ളവർ ചോദിക്കും. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വന്ന് മോങ്ങാൻ നിൽക്കുന്ന അന്തങ്ങളോടാണ് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെ പ്രതികരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ,
അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നന്ദി അറിയിച്ചത് കൊണ്ടാണ്, അവരൊരു ഫോൺ കോൾ വഴിയാണ് ആ ഒരു നന്ദി അറിയിച്ചതെങ്കിൽ നമ്മളാരും അറിയില്ല, നമ്മളാരും പ്രതികരിക്കത്തുമില്ല. അപ്പോൾ പ്രതികരിക്കാനുള്ള അവസരം മുന്നോട്ട് വച്ച് തന്നതിൻ്റെ പേരിലാണ് പ്രതികരിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മോങ്ങണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടുതലായിട്ട് മോങ്ങിക്കോളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് സ്വാഭാവികമായിട്ടും ആർക്കും തോന്നുന്നൊരു ഡൗട്ടാണ്, ഇതെല്ലാം ചെയ്തിട്ടും ഇവർക്ക് പൈസ കിട്ടിയില്ല. മാത്രമല്ല ഓരോ റീൽസിലും ഓരോ തരം വേഷത്തിലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ആ ഒരു കോസ്റ്റ്യൂംസിനും സംഭവങ്ങൾക്കൊന്നും ഇവർക്ക് പൈസ കിട്ടിയില്ലേ. പിന്നെ 1-2 വീഡിയോകളിൽ അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ സാരിയൊക്കെയാണ് വെട്ടിത്തച്ച് കോസ്റ്റ്യൂംസ് ആക്കിയതെന്ന്. എന്നാലും വെട്ടിത്തയ്ക്കുന്നവർക്ക് തയ്യൽ കൂലി കൊടുക്കണ്ടേ, വെറുതെ ആരും ചെയ്തു തരില്ലല്ലോ. നല്ല അടിപൊളി ജീൻസും പാൻറ്റും ജീൻസും ഷൂസൊക്കെ ഇട്ട് നല്ല അടിപൊളി റീൽസിലൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതൊന്നും വെറുതെ ആയിരിക്കില്ലല്ലോ, എന്തായാലും പൈസ കിട്ടാണ്ട് എന്തായാലും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മേടിക്കണമെങ്കിൽ പോലും പൈസ വേണ്ടേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ രേണുസുതി പൈസ മേടിച്ചാലും പൈസ മേടിച്ചില്ലെങ്കിലും നമുക്ക് ആർക്കും ഇവിടെ ഒന്നുമില്ല. പബ്ലിക്കായിട്ടൊരു കാര്യം വന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു പ്രതികരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോൾ ചെയ്ത് പറഞ്ഞാൽ ആരും അറിയില്ല, അപ്പോൾ ആരും പ്രതികരിക്കില്ല. അപ്പോൾ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ പരസ്യമായിട്ട് വന്നിട്ട് പിന്നെ സോഷ്യൽ മീഡിയ വഴി നന്ദിയൊക്കെ പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ പ്രതികരിക്കും. അത് കണ്ടിട്ട് അന്തങ്ങൾക്ക് വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം, ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.